B3 എക്സ്പ്ലോറിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ആന്ധ്രയിലുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഈ ചെടി കണ്ടവരുണ്ടാവും. ഇതിൻ്റെ ഇല വെച്ചാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരു ഗോങ്കൂര ചട്നി എന്ന് പറയും ആന്ധ്രയിൽ. നല്ല സ്പൈസി ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സംഭവമാണ്. അതുകൂടാതെ ഇത് ചട്നി ആക്കി നമുക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ അതിലിടാം, മട്ടൻ കറി വെക്കുമ്പോൾ അതിലിടാം, ഫിഷ് കറി വെക്കുമ്പോൾ അതിലിടാം. അങ്ങനെ എല്ലാത്തിലും ഇടാൻ പറ്റുന്ന അടിപൊളി ഗോങ്കൂര ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക്. നല്ല എരിവുള്ള സംഭവമാണിത്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ മല്ലി, ഉലുവ, പിന്നെ വറുത്തിടാൻ വേണ്ടി ഉഴുന്നുപരിപ്പ്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ചുവന്ന മുളക്, ജീരകം, പിന്നെ സവാളയും നമ്മുടെ തക്കാളി. അപ്പോൾ ഈ ഇലക്ക് നല്ല പുളിയാണ്. എന്നിരുന്നാലും നമ്മൾ ഒരു ടൊമാറ്റോ ഇടുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് നമുക്ക് കൂടും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൽ വറുത്തിടേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് അരച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോങ്കൂര ചട്നിയുടെ ആ ഒരു പുളി ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായി കഴുകി ഇതിൻ്റെ ലീഫ് നമുക്ക് മാറ്റിയെടുത്ത് വേണം നമ്മൾ ചട്നി ആക്കാൻ. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഇടണ്ട, ഇല മാത്രം ഇട്ടാൽ മതി. നല്ല പുളിയില്ല ഇലയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിവിടെ 10 രൂപക്ക് ഒരു 4 കെട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം മഴക്കാലമാണെങ്കിൽ നമുക്ക് നാട്ടിൽ നമ്മുടെ റോഡ് സൈഡിലായാലും കുറച്ച് ചെടിയൊക്കെ ഉള്ള സൈഡിലാണെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി എടുത്ത് നമ്മുടെ ഉലുവയും മല്ലിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സവാള ഇട്ടു, പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, സാൾട്ട് ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നമ്മളിതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളകും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായി ഒരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച നമ്മുടെ ആ ലീവ്സ് പുളിയിലെടുത്ത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചൊന്ന് ഒരു മിക്സായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു മിക്സായി കിട്ടിയിട്ടുണ്ട്. അതായത് ഇല നമ്മുടെ വാടി ഒരു നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് വഴറ്റി വെച്ച സാധനത്തിലോട്ട് അതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതെടുത്തൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല. ഇത് മാത്രം ഇങ്ങനെ ഇട്ട് നമ്മളൊന്ന് നിർത്തി ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേണം നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം, വറുത്തിടേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ സെയിം പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓയിലിട്ട് അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പിട്ട് ജീരകം കൂടിയിട്ട് വെളുത്തുള്ളിയും നമ്മുടെ ചുവന്ന മുളകും കറിവേപ്പിലിട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഗോങ്കൂര ലീഫിൻ്റെ, അതായത് ആ പുളിയുടെ ലീഫിൻ്റെ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കാൻ കിട്ടും, അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പാനിൽ തന്നെ ചെയ്തെടുക്കുന്ന സമയത്ത് അത് തനിയെ ഇളകി ഇങ്ങനെ വരും. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുക ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ഈ ചട്നി കിട്ടുക. സംഭവം കിട്ടുവാണ്. നമ്മുടെ ആന്ധ്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ ഈ ഇല കണ്ടാൽ ആരും വിടരുത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മുടെ ബിരിയാണി, റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.